ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമൈനി ഒരു പുതിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒത്തുതീർപ്പിന് തങ്ങൾ ഒരു തരത്തിലും തയ്യാറല്ല, പിന്നോട്ടില്ല, അത് ദൈവകോപം ക്ഷണിച്ചു വരുത്തലാകും, അതിന് തങ്ങൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണയും നൽകിക്കൊണ്ട് പുതിയ പ്രസിഡന്റും കൂടി രംഗത്തെത്തിയതോടുകൂടി ഇറാന്റെ ആക്രമണം വീണ്ടും ചർച്ചയായി മാറുന്നു. ഇറാൻ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത കൈവന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിവിധ രാജ്യങ്ങൾ, ഈജിപ്തും ഖത്തറും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ഈ ചർച്ചകൾ, കോംപ്രമൈസ് ചർച്ചകളും സമ്മർദ്ദവും ഒക്കെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ പാളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതുമാത്രവുമല്ല, ഇന്ന് അവിടെ ചർച്ചകൾ നടക്കുമ്പോൾ ഈ ചർച്ച ചെയ്താലും വിജയിക്കാനുള്ള യാതൊരു സാധ്യതകളും അതിൽ നിലവിൽ കാണുന്നില്ല. കാരണം അതിലെ പ്രധാന കക്ഷിയായ ഹമാസ് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ ചർച്ചയുടെ ഒരു പ്രത്യേകതയും. ഏതായാലും ഇപ്പോൾ ഇറാൻ വളരെ ശക്തമായി തന്നെ പറയുന്നു, തങ്ങളിൽ പിന്നോട്ടില്ല. അങ്ങനെ പിന്നോട്ട് തങ്ങൾ പോവുകയാണെങ്കിൽ അത് തങ്ങൾ ദൈവകോപം ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് തന്നെ പറയുമ്പോൾ ഏതായാലും തിരിച്ചടി ഉണ്ടാകും. ഇതിനിടയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ വമ്പൻ തിരിച്ചടി തന്നെ തങ്ങളും ഇറാൻ്റെ മണ്ണിൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.